യെസ് ഗായ്സ്, ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ CNG വണ്ടിയായിട്ടുള്ള ബജാജിന്റെ ഫ്രീഡം 125 ആണ്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഈ വണ്ടി വന്നിരിക്കുന്നത് ചാവക്കാടുള്ള ഗ്രാൻഡ് ബജാജ് ആണ്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു കണ്ണേട്ട ലവ് യു. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നേരെ വാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്കാണ്. അപ്പോൾ നമുക്കിതിൽ ഒരേ സമയം പെട്രോൾ അല്ലെങ്കിൽ CNG ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇതാ ഈ ഒരു സ്വിച്ച് നമുക്ക് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ ഇത് പെട്രോൾ വെച്ച് നമുക്ക് ഓടിക്കാം. അതുപോലെ തന്നെ CNGക്ക് ആക്കുകയാണെങ്കിൽ CNG വെച്ച് ഓടിക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു കീ എടുത്തിട്ട് നമ്മൾ സാധാരണ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ലേ, അതുപോലെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതാ കാണാൻ പറ്റും. ഇവിടെ പെട്രോൾ നമുക്ക് നിറയ്ക്കാം, ഇവിടെ CNG നിറയ്ക്കാം. ഇതിൽ കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കിലോ CNGയും 2 ലിറ്റർ പെട്രോളുമാണ് കമ്പനി പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തം 320 കിലോമീറ്റർ പെർ ലിറ്ററാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്ന മൈലേജ്. CNGയിലാണ് നമുക്ക് 1 കിലോ CNG അടിച്ചു കഴിഞ്ഞാൽ 101 കിലോമീറ്ററും പെട്രോൾ ആണെങ്കിൽ 65 കിലോമീറ്റർ പെർ ലിറ്ററുമാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. മെയിനായിട്ടുള്ള കാര്യം കാണിച്ചതില്ല നിങ്ങൾക്ക് CNG സിലിണ്ടർ എവിടെ വരുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ചാവി എടുത്തിട്ടുണ്ട്. ഇവിടെ ഡീല് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കീ ഇടാനുള്ള ഒരു ചെറിയൊരു ഇത് കാണാം. അത് വെച്ച് തിരിച്ച് ജസ്റ്റ് പുള്ളയ്യ വലിക്കുക, ഇത്രയുള്ള ഗൈസ്. ഈ കാണുന്നതാണ് CNG സിലിണ്ടർ കേട്ടോ. ഇതിലാണ് ഈ പറഞ്ഞ 2 കിലോ CNG കയറിയിരിക്കുക. പിന്നെ നമുക്ക് CNGയുടെ ലെവൽ അറിയണമല്ലോ. അതായത് പെട്രോൾ നമ്മളിപ്പോൾ കഴിഞ്ഞാൽ റിസർവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കഴിയാറായില്ലേ എന്നൊക്കെ. പക്ഷെ അതുപോലെയല്ല CNGയുടെ കേസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗേജ് വേണം. ആ ഗേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വണ്ടിക്ക് ഇതാ വണ്ടിയുടെ സൈഡിൽ കാണുന്നുണ്ട്. ഈ കാണുന്നത് അതിൻ്റെ ഗേജാണ്. നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ലോയിലാണ് കിടക്കുന്നത്. കണ്ടാ, ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഫുള്ളായി കഴിഞ്ഞാൽ ഇവിടം വരെ ഈ പച്ച ഫുൾ ആയിട്ട് കിടക്കും. അപ്പോൾ ഇത് മൂടി വയ്ക്കാനുള്ള ഒരു ചെറിയ ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത്, ഇത് ബേസ് വേരിയൻ്റ് ആണെങ്കിൽ കൂടി കമ്പനി കൊടുത്തിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന പോർട്ട് കാണാം നിങ്ങൾക്ക്. ഇതാ ഈ പോർട്ടിലൂടെ നമുക്ക് USB ചാർജ് ചെയ്യാം ഗൈസ്. ഫോണൊക്കെ ചാർജ് ചെയ്യാം. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ വരുന്നത് വലിയ പ്ലസ് പോയിന്റ് ആണ്. ഇടുക ഈ കാണുന്ന ഹുക്കുകൾ ഇട്ടാ 4 ഹുക്കുകൾ തന്നിട്ടുണ്ട് ഗൈസ്. 6 ഇഞ്ചും പുറഞ്ഞ് നിങ്ങൾക്ക് സാധനങ്ങൾ തൂക്കിയിടാൻ പറ്റും. അത്രയ്ക്കധികം ഹുക്കുകളാണ്. ഞാനൊരു വണ്ടിയിലും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഹുക്ക്. അതും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ചെറിയ ഹുക്ക് നമ്മൾ സെപ്പറേറ്റ് വെക്കണമെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ വണ്ടിയിൽ പക്ഷേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ടി വരില്ല ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കീ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ CNGയിലാണ് ഇട്ടിട്ടുള്ളത്. അത് CNGയിലാണ്. ഞാനിത് പെട്രോളിലേക്ക് മാറ്റാൻ പോകാം കേട്ടോ. അപ്പോൾ പെട്രോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്രോളാണെങ്കിലും CNGയിലാണെങ്കിലും സൗണ്ടിന് വ്യത്യാസമൊന്നുമില്ല ഗൈസ്. ഇത് CNGയിൽ നിന്ന് പെട്രോളിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് 2 തരത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് മീറ്റർ കൺസോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മീറ്റർ കൺസോളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ CNGയിലാണ് കിടക്കുന്നത്. ഞാനിത് പെട്രോളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് പെട്രോളിലേക്ക് മാറും കേട്ടോ. കണ്ടാ, ഇത് പെട്രോളിലേക്ക് മാറി. CNGയിൽ നിന്ന് നമ്മൾ പെട്രോളിലേക്ക് മാറ്റുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പെട്രോൾ ടാങ്കിനെ അവിടെ കാതോർത്ത് കഴിഞ്ഞാൽ ചെറിയൊരു സൗണ്ട്, പമ്പ് വർക്ക് ചെയ്യുന്ന സൗണ്ട് കേൾക്കാം ഗൈസ്. നോക്കിക്കോളൂട്ടോ. എനിക്ക് കേട്ടു, നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബജാജിന്റെ CNG ബൈക്ക്. CNG ബൈക്ക് എന്ന് പറയാൻ പറ്റില്ല, കമ്പനി നല്ല അടിപൊളി പേരിട്ടുണ്ട്, ഫ്രീഡം. അപ്പോൾ ബജാജ് ഫ്രീഡം 125ന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, അതായത് പൈസേനെ കുറിച്ച് അറിയണം, ഇത് ഇറക്കാൻ എത്ര രൂപയോ, അതായത് ഡൗൺ പേയ്മെന്റ്, പിന്നെ ലോൺ സൗകര്യം, കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണേട്ടനെ വിളിക്കുക. അപ്പോൾ ഇതിന്റെ നമ്പർ ഇതിന്റെ ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. എന്ത് സംശയങ്ങളുണ്ട്, എക്സ്ചേഞ്ച് സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് ഓണത്തിന്റെ സീസണാണ് വരുന്നത്. നല്ല ഓഫറുകൾ, അടിപൊളി ഓഫറുകൾ ഗ്രാൻഡ് ബജാജ് നൽകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കണ്ണേട്ടനെ വിളിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വിടാം.